ഞാൻ വിഷ്ണു. ബിടെക് കഴിഞ്ഞൊരു കോൾ സെൻ്റർ ജോലി ചെയ്യുമ്പോഴാണ് സാം അലക്സിൻ്റെ രൂപത്തിൽ ഒരു സ്റ്റുഡൻറ്റ് വിസയുമായി അയർലൻഡ് എന്നെ മാടി വിളിച്ചത്. എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു അയാളെന്ന് അച്ഛന് കൊടുത്തത്. എൻ്റെ നാരായണേട്ടാ, ഈ യൂറോപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്താണെന്ന് വിചാരിച്ചിരിക്കുന്നത്? ഇപ്പം നിങ്ങളീ മുടക്കുന്ന 10 ലക്ഷം രൂപ 6 മാസം കൊണ്ട് പലിശ സഹിതം ഇങ്ങ് പോരും. പിന്നെ മൊത്തം കിട്ടണത് ലാഭമാണ്. ഈ വീടും സ്ഥലവും അങ്ങ് പണയം വെച്ചേര്. അല്ല, ഇതങ്ങ് വിറ്റാലും ഒരു നഷ്ടമില്ലെന്നേ. വേണമെന്ന് വെച്ചാൽ ഞാൻ തന്നെ എടുത്തോളാം. എന്തായാലും ഒരു നല്ല കാര്യത്തിനല്ലേ. കേൾക്കാൻ എന്തൊരു സുഖമല്ലേ. നല്ലൊരു ജോലി, കാറ്, പിന്നെ ക്ലബ്സ്, പബ്സ്, ഗേൾസ്, അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. നല്ലൊരു ജോലി ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്രയും പൈസ മുടക്കി? നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? എടാ, ഞാൻ പറയുന്നല്ലോ, നീ കേൾക്കുന്നുണ്ടോ? എടാ, കേട്ടില്ലേ അമ്മ പറഞ്ഞത്? അല്ലേലും അമ്മ പറഞ്ഞാൽ ആര് കേൾക്കാനാ, അല്ലേ? ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ഒരു അവസ്ഥ. ജോലിയോ ഇല്ല, പഠിക്കാമെന്ന് വെച്ചാൽ ആ കോളേജൊക്കെ പണ്ടേ പൂട്ടിപ്പോയാത്രേ. ഒരു ജോലി തേടി ഞാൻ അലയാത്ത സ്ഥലങ്ങളില്ല ഇവിടെ. 3-2 യൂറോയ്ക്ക് സ്റ്റുഡൻസിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന സ്റ്റോറുകൾ പോലും എന്നോട് കരുണ കാണിച്ചില്ല. അന്നും ഉണ്ടായിരുന്നു എനിക്കൊരു ഇൻ്റർവ്യൂ, ഡെൽ കമ്പ്യൂട്ടേഴ്സിൽ ജൂനിയർ പ്രോഗ്രാമറായി. കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഞാൻ പഠിച്ച ഫീൽഡിൽ ആദ്യമായിട്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂ. Vishnu, how are you? Please come in. Please come in and take a seat. Well, Vishnu, we're very happy with your written test and project report. Thank you. So I just need to see your passport, please. Okay. Okay, so that's lovely. Vishnu, I think we have a bit of a problem here. I see you're on a student visa. Is that correct? I'm really sorry, but we can't offer that job to someone with that visa status, Vishnu. I'm very sorry about this. But if anything changes in the future, I'll be in touch, okay?
സോറി വിഷ്ണു, നോ വേക്കൻസി ഹിയർ. കേട്ട് തഴമ്പിച്ച വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കുറേ നാളുകൾ വായുവും വെള്ളവുമായിരുന്നു എൻ്റെ ഭക്ഷണം. പിന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവർ കഴിച്ചതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും. തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ അതിനും പറ്റുന്നില്ല. ഹായ്. മലയാളിയാണല്ലേ? അതെ. ഇപ്പോൾ വേക്കൻസി ഒന്നുമില്ല. ശരി, ഞങ്ങളുടെ ഒരു സ്റ്റോർ ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. നിന്റെ അഭിനയമൊക്കെ കാണുന്നുണ്ട്. 5-6 മാസമായി വാടകയില്ല. ഇതേ സത്രമൊന്നുമല്ല, നിന്റെ എല്ലാ ചെലവും ഇതാ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ പിടിച്ചേ. 2 ദിവസത്തെ സമയം തരും. പൈസ ഇവിടെ എത്തിച്ചേക്കണം, ഇല്ല ഇറങ്ങിക്കോണം.
ഇന്നലെ ബാങ്കിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നായിരുന്നു. 4 മാസമായി നമ്മൾ പലിശ അടച്ചിട്ട്. ഇനിയും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വീടും സ്ഥലവും എന്നേക്കുമായിട്ട് നമുക്ക് നഷ്ടമാകും. മോനെ, ഏതാ ഈ പെൻസില്? മോൻ ഇങ്ങനെ ഒരു പെൻസിൽ ഇല്ലല്ലോ. നോക്ക്, നമ്മുടെ അല്ലാത്തൊരു സാധനം അത് കളഞ്ഞു കിട്ടിയാൽ പോലും അത് മോഷണമാ. എൻ്റെ പ്രവാസ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ച നിമിഷങ്ങളായിരുന്നു അത്. ഇനിയും അവിടെ താമസിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. പക്ഷേ ഇനി എങ്ങോട്ട്? ആരുമില്ലാത്തവർക്ക് ദൈവം തുണ. അത് മാത്രമായിരുന്നു എനിക്ക് ജീവിക്കാനുള്ള ഏക പ്രേരണ. ഹലോ. Hello, is that Vishnu? Yes, speaking. Hi, Vishnu. I'm from Dell Computers. I'm ringing you with some good news. Well, you'll be glad to hear, Vishnu, that we are delighted to offer you the position of junior programmer. Okay. Should you choose to accept the position, we would like you to start on Monday, if that's possible. We have a 6-month training period, and Okay. if that's successful, we will then offer you a permanent position, and we will also issue you with the relevant Thanks. work permit. Okay. That sounds all okay to you, Vishnu. We would love to see you here on Monday. Thanks. Okay? Thank you. Brilliant. Talk to you soon, so bye-bye.
ഇതാണ് എൻ്റെ കഥ. ഇതിനിപ്പോൾ ഒരു ക്ലൈമാക്സ് ഒന്നും പറയാനില്ല, കാരണം ഇതെൻ്റെ ജീവിതമാണ്. പിന്നെ ഞാൻ ജയിച്ചോ തോറ്റോ അതൊന്നും എനിക്കറിയില്ല. എനിവേ, മൈ ലൈഫ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ.